ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. താരത്തിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, കോടതിയിൽ ഇന്ന് നിർണായകമായി തന്നെ നമ്മൾ നോക്കിക്കാണുകയായിരുന്നു. എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ നടന്നത്? ഈ കേസിനെ കുറിച്ചും ഈ ഒരു ഉത്തരവുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഇപ്പോൾ ഒന്നും പറയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. പക്ഷേ നടപടിക്രമങ്ങളിൽ പാളിച്ച് സംഭവിച്ചിട്ടുണ്ടോ? അതിൽ CJM കോടതിക്ക് വ്യക്തമായൊരു റിപ്പോർട്ട് നൽകേണ്ടി വരുമല്ലേ? അതായത് ഈ ഹർജി വന്നതു മുതൽ ഈ പരാതി പോലീസിന് കൈമാറുന്നത് വരെയുള്ള നടപടികൾ വ്യക്തമായി CJM കോടതിക്ക് വിശദീകരിക്കേണ്ടി വരികയല്ലേ? അങ്ങനെ തന്നെയാണ് റോഷ്നി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ശ്വേതാ മേനോന് ആശ്വാസകരമായ ഒരു നിലപാടാണ്, നടപടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. ജസ്റ്റിസ് VJ അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഉച്ചയ്ക്ക് 1:45 ഈ ഹർജി പരിഗണിച്ചതും ശ്വേതാ മേനോന് അനുകൂലമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതും. ഈ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എല്ലാ തുടർ നടപടികളും, അന്വേഷണം ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും കോടതി ഇന്ന് തടയുകയാണ് ചെയ്തത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല CJMന്റെ നടപടി എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ആ വാദമാണ് ശ്വേതാ മേനോന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉണ്ണിക്കാപ്പൻ എന്ന് ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ആ വാദമാണ് കോടതി അംഗീകരിക്കുകയും ചെയ്തത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെ കേസെടുക്കാനുള്ള നിർദ്ദേശത്തിൽ മജിസ്ട്രേറ്റ് കോടതിയോട് എറണാകുളം CJMനോട് രജിസ്റ്റർ റിപ്പോർട്ട് തേടണം. എറണാകുളം CJMൽ നിന്ന് റിപ്പോർട്ട് തേടാൻ ഹൈക്കോടതി രജിസ്റ്റർ ചെയ്ത് സംബന്ധിച്ച നിർദ്ദേശം സിംഗിൾ ബെഞ്ച് നൽകുകയും ചെയ്തു. ശ്വേതാ മേനോന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിനും കേസിലെ പരാതിക്കാരനായ എതിർകക്ഷി മാർട്ടിൻ മേനാച്ചേരിക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. CJM കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു പരാമർശത്തിനും മുതിരുന്നില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പറയുകയും ചെയ്തത്. ഇതിൽ നടപടിക്രമങ്ങളുടെ വീഴ്ച എന്നത് ഏറ്റവും പ്രധാനം. നേരത്തെ ക്രിമിനൽ CRPC ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് നേരിട്ട് തന്നെ കേസെടുക്കുകയും തുടർന്ന് ഈ സ്വകാര്യ ന്യായം പരിഗണിക്കുകയും നേരിട്ട് കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്യാനാകുമായിരുന്നു. പക്ഷേ BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വന്നതിന് ശേഷം അങ്ങനെ നേരിട്ട് പോലീസിനോട് നിർദ്ദേശം നൽകാനാകില്ല. അങ്ങനെ നിർദ്ദേശം കേസെടുക്കുന്നതിന് മുമ്പ് പരാതിക്കാരിയുടെ ഭാഗവും കൂടി കേൾക്കുക എന്നത് അതിന്റെ അനിവാര്യമായ നടപടിക്രമമാണ്. അത്തരമൊരു നടപടിക്രമം പാലിച്ചിട്ടില്ല എന്നതാണ് ശ്വേതാ മേനോന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ആ വാദം ഹൈക്കോടതി ശരിവയ്ക്കുന്നു, അംഗീകരിക്കുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ ശ്വേതാ മേനോന് എതിരെ ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRലെ എല്ലാ തുടർ നടപടികളും, അന്വേഷണം ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നത്. ഇതിൽ AMMയുടെ ഈ അഭിനേതാക്കളുടെ സംഘടനയായ AMMയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള വിദ്വേഷമാണ് ഈ കേസിലേക്ക് നയിക്കുന്നത് എന്നതാണ് ഈ ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. AMMA തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനാലാണ് ഇത്തരമൊരു പരാതി വന്നത്. പ്രസിഡന്റ് സമയം അതേറെ പ്രസക്തമാണ്. ശ്യാം ചൂണ്ടിക്കാട്ടിയതുപോലെ എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ CJM കോടതിക്ക് ഇതിൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് നൽകേണ്ടി വരും. തുടർ ദിവസങ്ങളിലും കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്.